ആധുനികതയുടെ പ്രമുഖ വക്താവായിരുന്നു കെ.പി. അപ്പനെന്ന് നിരൂപകൻ ഡോക്ടർ വി. രാജകൃഷ്ണൻ. നീരാവിൽ നവോദയം ഗ്രന്ഥശാലയിൽ കെ.പി. അപ്പന്റെ 16ാമത് ചരമവാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാഹിത്യ നിരൂപകൻ കെ.പി. അപ്പന്റെ 16ാമത് ചരമവാർഷിക ദിനാചരണവും സ്മൃതി സംഗമവും പ്രശസ്ത സാഹിത്യ നിരൂപകൻ ഡോക്ടർ വി. രാജകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വലതുപക്ഷ ചായ്വുള്ള ഏകാധിപതികളാണ് ഈ നാട് ഭരിക്കുന്നതെന്ന് ഡോക്ടർ വി. രാജകൃഷ്ണൻ കുറ്റപ്പെടുത്തി. റൊമാന്റിക് പീരീഡിൽ പിന്നെയും ചില നിരൂപകന്മാരുണ്ടായിരുന്നു. ഒരുപക്ഷെ റൊമാന്റിക്സിന് ശേഷം മലയാളത്തിൽ കടന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ധാരയായിരുന്നു ആധുനികത. അതിന്റെ ഏറ്റവും കരുത്തനായ വക്താവ്, അതിന്റെ ആദ്യകാല വക്താവ്, അതിന്റെ ഏറ്റവും അധികം ആധുനികതയ്ക്ക് വേണ്ടി നിലയുറപ്പിക്കുകയും അതിനെ ശക്തമായി ഡിഫെൻഡ് ചെയ്യുകയും ചെയ്ത നിരൂപകൻ കെ.പി. അപ്പനായിരുന്നു. നമ്മൾ ആ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന സംശയം, ഈ പുതിയ നൂറ്റാണ്ടിൻ്റെ 2ാം ദശകത്തിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടം ഇന്ന് പൂർണ്ണമായിട്ട് അന്യമായിട്ട് മാറിക്കഴിഞ്ഞു എന്നാണ്. ഗ്രന്ഥശാല പ്രസിഡന്റ് K.S. ബൈജു അധ്യക്ഷനായിരുന്നു. പ്രൊഫസർ കെ. രാജൻ, ഡോക്ടർ K.G. പ്രസന്നരാജൻ, ഡോക്ടർ T.K. സന്തോഷ് കുമാർ, പ്രൊഫസർ C. ശശിധരക്കുറുപ്പ്, നന്ദകുമാർ കടപ്പാൽ, ഡോക്ടർ S. നസീബ്, M.S. നൌഫൽ, ഗ്രന്ഥശാല സെക്രട്ടറി S. നാസർ, കെ.പി. അപ്പന്റെ സഹധർമ്മിണി, കുടുംബാംഗങ്ങൾ എന്നിവർ സ്മൃതി സംഗമത്തിൽ പങ്കെടുത്തു. അപ്പൻ കൃതികളുടെ പ്രദർശനവും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.